ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു മലബാറൻ റെസിപ്പി ആയിട്ടാണ്. ഇതിനു വേണ്ടി നമ്മളിതാ കുറച്ച് എണ്ണയിലേക്ക് കടുകിട്ട് പൊട്ടിച്ചു കൊടുക്കാം. അതിലേക്ക് ഇതാ കുറച്ച് കറിവേപ്പില കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശേഷം അതിലേക്ക് ഉള്ളിയിട്ട് നന്നായി വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. അതുപോലെ കുറച്ച് തക്കാളി. ഞാനിവിടെ ഒരു ഉള്ളിയും അതുപോലെ ഒരു തക്കാളിയുമാണ് എടുത്തത്. ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യമായ മസാലകൾ ഇട്ട് കൊടുക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാലയും നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം നന്നായി ഇത് ഇളക്കി കൊടുക്കാം. അപ്പം മസാലയുടെ പച്ചമണക്കം മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്കിനി കുറച്ച് തേങ്ങ ചിരകി വെക്കണം. ശേഷം അതുകൂടെ നമുക്ക് ഈ ഒരു മസാലയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മുടെ മസാലയൊക്കെ ഇവിടെ ആയിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ആ ഒരു സമയം കൊണ്ട് നമ്മൾ മാവ് കുഴച്ച് ബോൾസാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ മസാലയൊക്കെ ആയി ആ ഒരു ബോളിനെ നല്ല രീതിയിൽ ഞാനിപ്പോൾ കാണിക്കുന്ന രീതിയിൽ നല്ല നൈസായി ഒന്ന് പരത്തിയെടുക്കാം. ശേഷം നമ്മൾ ആവിച്ചെമ്പിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അതിലേക്ക് ഈ നമ്മളെ മസാലയൊക്കെ ചേർത്ത് അട വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നല്ല നൈസായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഫില്ലിങ് വെച്ച് അത് നമ്മൾ അടച്ച് ഒരു അടയുടെ രൂപത്തിലാക്കി നമുക്ക് ആവിച്ചെമ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഫില്ലിങ് വെക്കുമ്പോൾ അധികം ഫില്ലിങ് വെച്ചാൽ അട നമ്മുടെ പൊട്ടിപ്പോവും. കാരണം നമ്മൾ നൈസായിട്ടാണ് പരത്തിയത്, അപ്പോൾ പൊട്ടിപ്പോവും. എൻ്റെ ചെറിയൊരു പൊട്ട് വീണിട്ടുണ്ട്. അപ്പം ഞാനത് മെല്ലെ ഇങ്ങനെ ആ പൊട്ട് അങ്ങനെ അടച്ചു കൊടുത്തിട്ടാണ് വെക്കുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ ആവിച്ചെമ്പിൽ വെക്കുന്ന സമയത്ത് അത് ഫുൾ പൊട്ടി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് നമ്മളെല്ലാം അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് അടച്ച് ഗ്യാസിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ നല്ല രീതിയിൽ ആവിയൊക്കെ വന്ന് നമ്മളിത് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ അട ഇവിടെ നല്ല രീതിയിൽ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് എടുത്ത് നോക്കാം. ഈ ഒരു രീതിയിലാണ് അട ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്യുക. എന്നിട്ട് എന്തായാലും ഫീഡ്ബാക്ക് അറിയിക്കുക. അടിപൊളി ടേസ്റ്റാണ്. ഇത്രയും സിമ്പിളുമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ.